നമ്മുടെ പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും അത്ഭുതകരമായ കഥകൾ നാം കേട്ടു വളർന്നവരാണ്. ആ കഥകളിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളും നമ്മുടെ വിശ്വാസങ്ങളിൽ അത്രയേറെ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. പലപ്പോഴും അവ നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായി മാറുന്നു. ഓരോ ക്ഷേത്രത്തിനും പറയാനുള്ള ഒരു കഥയുണ്ട്. ഓരോ കല്ലിലും ഒരു ഓർമ്മ ഉറങ്ങിക്കിടക്കുന്നു. ചില സ്ഥലങ്ങൾ വെറും യാത്രാ കേന്ദ്രങ്ങൾ മാത്രമല്ല, അവ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ദുരൂഹതകളുടെയും ജീവിക്കുന്ന അധ്യായങ്ങളാണ്. ഇന്ന് എന്റെ യാത്ര എന്നെ ഉത്തര കർണാടകത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ ബെളഗാവി നഗരത്തിലേക്ക്. ബെളഗാവി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അവിടുത്തെ പ്രശസ്തമായ മധുരപലഹാരമായ കുണ്ടയാണ്. എന്നാൽ ആ മധുരത്തിനപ്പുറം നൂറ്റാണ്ടുകളായി ആത്മീയ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവ്യ പാരമ്പര്യം ഇവിടെ നിലകൊള്ളുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വിശുദ്ധമായ കപിലേശ്വര ക്ഷേത്രത്തിന്റെ മുമ്പിലാണ്. ಕಪಿಲೇಶ್ವರ ದೇವಸ್ಥಾನ ಒಂದು 5700 ವರ್ಷಗಳ ಇತಿಹಾಸದದು. ಕಪಿಲೇಶ್ವರ ದೇವಸ್ಥಾನ ಇಲ್ಲಿ ಸ್ವಯಂಭೂ ಒಂದು ಮಹಾ ಜ್ಯೋತಿರ್ಲಿಂಗ. ಈ ಕಪಿಲೇಶ್ವರ ದೇವಸ್ಥಾನವನ್ನು ಕಪಿಲ ಮಹಾಮುನಿಗಳು ತಪಸ್ಸು ಮಾಡಿ ಆ ಶಿವನನ್ನು ಇಲ್ಲಿ ಪ್ರತಿಷ್ಠಾಪನೆ ಮಾಡಿದ. 5000 വർഷത്തിലേറെ പഴക്കമുള്ളതായി വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം പരമശിവന് സമർപ്പിക്കപ്പെട്ടതാണ്. 3 കണ്ണുകളുള്ളവൻ, സംഹാരത്തിന്റെയും പരിവർത്തനത്തിന്റെയും പരമശക്തി, മഹാദേവൻ, മുക്കണ്ണൻ ശിവൻ. ഞാൻ എന്തിനാണ് നിങ്ങളോട് ഈ കഥ പറയുന്നത്? കാരണം ഇത് ഒരു ക്ഷേത്രത്തിന്റെ കഥ മാത്രമല്ല, ഇത് കാലത്തിന്റെ കഥയാണ്. തലമുറകളെ അതിജീവിച്ച വിശ്വാസത്തിന്റെ കഥയാണ്. ഇന്നും ഈ പുരാതന മതിലുകൾക്കിടയിൽ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഇതിഹാസങ്ങളുടെ കഥയാണ്. വരൂ, നമുക്ക് കപിലേശ്വരന്റെ ഈ ദിവ്യമായ ആത്മീയ ലോകത്തിലേക്ക് കടന്നു ചെല്ലാം. ഈ വിശുദ്ധ സ്ഥലത്തിന്റെ മറഞ്ഞുകിടക്കുന്ന ചരിത്രവും അത്ഭുതങ്ങളും ഭക്തിയുടെ മഹത്വവും ഒരുമിച്ച് കണ്ടെത്താം. ശിവനെ തേടിയുള്ള യാത്ര ഇന്ന് ഞങ്ങളെ മനോഹരമായ ബെളഗാവി നഗരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഉത്തര കർണാടകത്തിലെ ബെളഗാവി നഗരത്തിന്റെ ഷാഹാപൂർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ കപിലേശ്വര ക്ഷേത്രം ഈ മേഖലയിലെ ഏറ്റവും പുരാതനവും ആരാധനാർഹവുമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ്. ഭക്തർ സ്നേഹപൂർവ്വം ഈ ക്ഷേത്രത്തെ ദക്ഷിണകാശി എന്നാണ് വിളിക്കുന്നത്, അതായത് തെക്കൻ ഭാരതത്തിന്റെ കാശി. ഈ ദിവ്യ സന്നിധിക്ക് അതീവ ആത്മീയ പ്രാധാന്യമുണ്ട്. 12 ജ്യോതിർലിംഗങ്ങളുടെ തീർത്ഥയാത്ര കപിലേശ്വര മഹാദേവന്റെ അനുഗ്രഹം തേടാതെ പൂർണ്ണമാകില്ലെന്നാണ് വിശ്വാസം. ಓಂ ನಮಃ ಶಿವಾಯ. ನಮಸ್ತೆ ಅಸ್ತು ವಿಶ್ವೇಶ್ವರಾಯ ಮಹಾದೇವಾಯ ತ್ರಯಂಬಕಾಯ ತ್ರಿಪುರಾಂತಕಾಯ ತ್ರಿಕಾಗ್ನಿಕಾಲಾಯ ಕಾಲಾಗ್ನಿ ರುದ್ರಾಯ ನೀಲಕಂಠಾಯ ಮೃತ್ಯುಂಜಯಾಯ ಸರ್ವೇಶ್ವರಾಯ ಸದಾಶಿವಾಯ ಶಂಕರಾಯ ಶ್ರೀಮನ್ಮಹಾದೇವಾಯ ನಮಃ. ಈ ಶ್ರೀ ಕ್ಷೇತ್ರ ದಕ್ಷಿಣ ಕಾಶಿ ಕಪಿಲೇಶ್ವರನಲ್ಲಿ ಒಂದು ನಮಸ್ಕಾರವನ್ನು ಸಲ್ಲಿಸ್ತಾ, ಕಪಿಲೇಶ್ವರ ದೇವಸ್ಥಾನ ಒಂದು 5700 ವರ್ಷಗಳ ಇತಿಹಾಸದದು. ಕಪಿಲೇಶ್ವರ ದೇವಸ್ಥಾನ ಇಲ್ಲಿ ಸ್ವಯಂಭೂ ಒಂದು ಮಹಾ ಜ್ಯೋತಿರ್ಲಿಂಗ. ಈ ಕಪಿಲೇಶ್ವರ ದೇವಸ್ಥಾನವನ್ನು ಕಪಿಲ ಮಹಾಮುನಿಗಳು ತಪಸ್ಸು ಮಾಡಿ ಆ ಶಿವನನ್ನು ಇಲ್ಲಿ ಪ್ರತಿಷ್ಠಾಪನೆ ಮಾಡಿದ. ಸ್ವಯಂಭೂ ಶಿವ ಪ್ರತ್ಯಕ್ಷನಾದ ಮೇಲೆ ಆ ಶಿವನಿಗೆ ಪ್ರತಿಷ್ಠಾಪನೆ ಮಾಡಿದ್ಮೇಲೆ ಈ ಶಿವನಿಗೆ ಇಲ್ಲಿ ಕಪಿಲೇಶ್ವರ ಅಂತ ಹೆಸರು ಬಂತು. ಈ ಕಪಿಲ ಮಹಾಮುನಿಗಳು ಯಾರಪ್ಪ ಅಂದರೆ, ಈ ಸತಿ ಅನಸೂಯ ನೀವು ಕತೆ ಕೇಳಿರ್ಬೋದು. ಸತಿ ಅನಸೂಯ ಬ್ರಹ್ಮ ವಿಷ್ಣು ಮಹೇಶ್ವರಿಗೆ ಚಿಕ್ಕ ಮಕ್ಕಳನ್ನು ಮಾಡಿ ತನ್ನ ಹಾಲನ್ನು ಉಣಿಸಿದಂಥ ಮಾತೆ. ಆ ಮಾತೆಯ ತಮ್ಮನಾದಂಥ ಶ್ರೀ ಕಪಿಲನಾಥ ಮುನಿಗಳು. ಇವರು ನಾಥಪಂಥಿ ಸಂಪ್ರದಾಯರು. ನಾಥ ಸಂಪ್ರದಾಯ ಅಂದರೆ ನೀವು ನೋಡ್ಬೋದು, ಇಲ್ಲಿ ನಾವು ಹಿಂದೆ ಕುಂತಲ್ಲಿ ನಾಥ ಸಂಪ್ರದಾಯ ಎಲ್ಲ ನವನಾಥರಿದ್ದಾರೆ. ಗೋರಖನಾಥ, ಮಚ್ಚಿಂದ್ರನಾಥ, ಈ ಥರ ಎಲ್ಲ ನವನಾಥ ಮಂದಿರ ಇದು. ಇನ್ನೊಂದು ಹೇಳೋದಪ್ಪ ಅಂದರೆ, ನಮ್ಮ ಕಲಿಯುಗ ಕಪಿಲೇಶ್ವರ, ಕಲಿಯುಗ ಕಾಮಧೇನು, ಕಲಿಯುಗ ಕಲ್ಪವೃಕ್ಷ ಅಂತ ಕರೀತಾರೆ. ನಮ್ಮ ಭಾರತದಲ್ಲಿ ಒಂದು 12 ವರ್ಷಕ್ಕೆ ನಡೆಯುವಂಥ ಸಿಂಹಸ್ಥ ಕುಂಭಮೇಳ ಅಂತಾರೆ. ಇಲ್ಲಿ ನಾಸಿಕದಲ್ಲಿ ನಡೀತದೆ. ಅದು 12 ವರ್ಷಕ್ಕೊಮ್ಮೆ ಲಕ್ಷಾಂತರ ನಾಗಾ ಸಾಧುಗಳು ಬರ್ತಾರೆ. ಆ ಸಾಧುಗಳು ಬಂದು ಇಲ್ಲಿ ಗುಡಿಗೆ ಬರ್ತಾರೆ. ಯಾಕಪ್ಪ ನಾಗ ಸಾಧುಗಳು ಬರ್ತಾರೆ ಅಂದರೆ, ನೀವು ಕೇಳಿರೋ ಪರಶುರಾಮರವನ್ನು ದ್ವಾಪಾರ ಯುಗದಲ್ಲಿ ಒಂದು ಆದಂಥ ಕತೆ. ಪರಶುರಾಮರು
ಎಲ್ಲ ಕ್ಷತ್ರಿಯರನ್ನು ಸಂಹರಿಸಿದ ಮೇಲೆ ಅವರ ಕೊಡಲಿಗೆ ಅತ್ಯಂತ ರಕ್ತದ ಕಲೆ ಹೋಗಲಿ ಅಂತೇಳಿ ಅವರು ಒಂದು ಜಗತ್ತಿನಂತ ಸಂಚಾರ ಮಾಡ್ತಿರಿದ್ರು. ಅವರ ಕೊಡಲಿಗೆ ಹತ್ತಿದ ರಕ್ತ ಎಲ್ಲಿ ಹೋಗ್ತದೋ ಅಲ್ಲಿ ಅವರಿಗೆ ಅವರು ಅಲ್ಲಿ ನೆಲೆಸ್ತಾರೆ ಅಂಥೇಳಿ ಅವರು ಅದೇ ಬಂದ ತರನಾಗಿ ಇಲ್ಲಿ ಆ ನಾಗಾಸಾಧುಗಳು ಬರ್ತಾರೆ. 12 ವರ್ಷಗೊಮ್ಮೆ ನಡೆಯುವಂಥ ಇದು ಸಿಂಹಸ್ಥ ಕುಂಭಮೇಳ. ಈ ಕುಂಭಮೇಳದ ಅವರು ನಾಗಾಸಾಧುಗಳು ಹೆಂಗಪ್ಪ ಅಂದರೆ ನಮ್ಮ ಮನೆಗೆ ಬರ್ರಿ ನಿಮ್ಮ ಮನೆಗೆ ಬರ್ರಿ ಅಂದ್ರೆ ಬರೋಂಗಿಲ್ಲ. ಯಾಕಪ್ಪ ಅಂದರೆ ಪರಶುರಾಮರು ಯಾವ ದಾರಿಯಲ್ಲಿ ಹೋಗಿದ್ದಾರೆ, ಗುಡ್ಡಗಾಡು ಇರಲಿ ಕಂಟಿರಲಿ ಮುಳ್ಳಿರಲಿ ಅದೇ ಥರ ಹೋಗ್ತಾರೆ. ಆ ಥರ ಅವರು ಇಲ್ಲಿ ಬಂದು 3 ದಿವಸ ವಸ್ತಿ ಇರ್ತಾರೆ. ബെലഗാവിയിലെ കമൽ ബസ്തിക്ക് സമീപം കണ്ടെത്തിയ ശിലാലിഖിതങ്ങളും ചരിത്രരേഖകളും പ്രകാരം ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം ക്രിസ്തുവിന് ശേഷം 11 നൂറ്റാണ്ടിലേക്കും 12 നൂറ്റാണ്ടിലേക്കും എത്തിച്ചേരുന്നു. എന്നാൽ പ്രാദേശിക പാരമ്പര്യങ്ങളും ഐതിഹ്യങ്ങളും പറയുന്നത് ഈ ക്ഷേത്രം അതിലും വളരെ പഴക്കമുള്ളതും നൂറ്റാണ്ടുകളായി ഭക്തിയുടെയും ദൈവിക സാന്നിധ്യത്തിന്റെയും കേന്ദ്രവുമായിരുന്നുവെന്നുമാണ്. ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ പുരാതന കർണാടക മഹാരാഷ്ട്ര ശൈലികളുടെ മനോഹരമായ സംഗമമാണ്. അതിന്റെ ശില്പഭംഗിയും നിർമ്മാണ വൈഭവവും നമ്മുടെ സമ്പന്നമായ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തിന്റെ പ്രതീകമാണ്. ഓരോ വർഷവും വിശുദ്ധമായ ശ്രാവണ മാസത്തിലും മഹാശിവരാത്രി മഹോത്സവ സമയത്തും കർണാടക, മഹാരാഷ്ട്ര, ഗോവ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. പ്രത്യേക പൂജകൾ, രുദ്രാഭിഷേകം, ആത്മീയ ചടങ്ങുകൾ എന്നിവയിൽ അവർ പങ്കെടുക്കുന്നു. ആ ദിവസങ്ങളിൽ ക്ഷേത്രപരിസരം ഭക്തിഗാനങ്ങളാലും മണിനാദങ്ങളാലും ധൂപസുഗന്ധത്താലും അചഞ്ചലമായ വിശ്വാസത്താലും ദിവ്യമായ ഒരു അനുഭവമായി മാറുന്നു. शंभो हर हर महादेव. हे जे दक्षिण काशी कपिलेश्वर मंदिर आहे ह्याबद्दल मी कुणाला काही सांगायची गरज नाही आहे, कारण हे भरपूर लोकप्रिय मंदिर आहे आणि गेले 7 ते 8 वर्ष मला शंभो स्वतःहून सेवेला बोलून घेतात. त्याच्यामुळे एक टाईममध्ये मला खूप टेन्शन होतं, मी डिप्रेशनमध्ये होते, काही असं पर्सनल प्रॉब्लेम्समुळे मी खूप गुंतागुंतीमध्ये अडकले होते. खरं जेव्हापासून शंभोंच्या सेवेला यायला लागले या त्यांनी बोलून घेत झालेत तेव्हापासून माझ्या लाईफमध्ये खूप काही बदल घडलेत आणि जसं जसं त्यांनी माझ्याकडून सेवा करून घेत आहेत या मी करत आहे तेव्हापासून माझं फक्त मी हसतच असते. सगळ्यांना किती होईल तेवढं पॉझिटिव्ह सांगते, कसं सेवा करायचं, काय करायचं. या कोणी काही चुकत असेल तर त्यांना शंभोंचा आशीर्वाद म्हणून त्यांना आम्ही सगळ्यांना गाईड करतोय आणि जेवढं होईल तेवढं सेवा करायचा प्रयत्न करतोय. जसं मला खूप काही बदल घडलेत, माझ्या घरातल्यांमध्ये पण खूप काही घडत असतीलच. मग त्याच्यासाठी मी शंभोंशी खूप 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 मनापासून आभारी आहे की त्यांनी मला स्वतःहून सेवेला बोलून घेत आहेत, या माझ्याकडून सेवा करून घ्यायला लागलेत. കപിലേശ്വര ക്ഷേത്രം അതിന്റെ പുരാതന ചരിത്രത്തിനായി മാത്രമല്ല ശിവഭഗവാനുമായി ബന്ധപ്പെട്ട ആഴമേറിയ ആത്മീയ അനുഭവങ്ങൾക്കായും പ്രശസ്തമാണ്. ആത്മാർത്ഥമായി നടത്തുന്ന പ്രാർത്ഥനകളും രുദ്രാഭിഷേകവും സമാധാനം, ആരോഗ്യം, ഐശ്വര്യം, മനസ്സിലെ ആഗ്രഹങ്ങളുടെ സഫലീകരണം എന്നിവ നൽകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഈ ക്ഷേത്രം കാലഭൈരവ ആരാധനയുമായും അടുത്ത ബന്ധമുള്ളതാണ്. കാലഭൈരവൻ ഭക്തരെ ദുഷ്ടശക്തികളിൽ നിന്നും ജീവിതത്തിലെ പ്രതിബന്ധങ്ങളിൽ നിന്നും സംരക്ഷിക്കുമെന്നാണ് വിശ്വാസം. നൂറ്റാണ്ടുകളായി അനേകം സന്യാസികളും യോഗികളും ആത്മീയാന്വേഷകരും ഈ പുണ്യസ്ഥലത്ത് ധ്യാനനിരതരായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ ആത്മീയ സ്പന്ദനങ്ങളാണ് അവരെ ആകർഷിച്ചത്. ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നുവരുന്ന നിമിഷം തന്നെ മനസ്സിന് ഒരു അപൂർവമായ ശാന്തിയും ദൈവിക ഊർജവും അനുഭവപ്പെടുന്നതായി ഭക്തർ പറയുന്നു. കപിലേശ്വര ക്ഷേത്രത്തിന്റെ വിശുദ്ധമായ അന്തരീക്ഷം കൈലാസപർവ്വതവുമായി ബന്ധപ്പെട്ട അതേ ആത്മീയ അനുഭൂതി പകരുന്നതായി പലരും വിശ്വസിക്കുന്നു. नमस्कार, मी राहुल जयवंत कुर्णे, कपिलेश्वर मंदिर अध्यक्ष. शिवरात्रीमध्ये पालखी उत्सव होतो. रात्री 12 वाजल्यापासून दुपारी 3 पर्यंत रुद्राभिषेक, लघुरुद्राभिषेक अशा विधी होतात. त्याच्यानंतर सायंकाळी पालखी होते. पालखी झाल्यानंतर महाआरती होते आणि शंभो महादेवांचा उत्साह म्हणून आपण तो फार मोठ्या प्रमाणात करतो. त्याच्या दुसऱ्या दिवशी बेळगाव नगरीमधल्या सर्व भक्तांसाठी महाप्रसादाचं आयोजन असतं. नमस्कार, हर हर महादेव. दक्षिण काशी कपिलेश्वर मंदिर बेळगाव येथे सर्व भक्तांचं स्वागत आहे. मी राजू भातकांडे या मंदिरच्या ट्रस्ट कमिटी मेंबर आहे. हे जवळजवळ 5000 वर्ष पुरातन मंदिर आहे अशी आख्यायिका आहे. या मंदिरात 8व्या शतकामध्ये आदी शंकराचार्य यांनी इथं भेट दिलेली होती. त्याचबरोबर स्वामी विवेकानंद, मग महात्मा गांधी, लोकमान्य गंगाधर टिळक. आम्ही वैज्ञानिकदृष्ट्या याची पॉझिटिव्ह एनर्जी चेक केला असता मुंबईहून एक टीम मागून घेतली होती.
ती पॉझिटिव्ह एनर्जी चेक करते आणि ही चेक करत असताना त्यांनी जे तंत्र वापरलं असतं ते लॅकर अँटिना म्हणून पॉझिटिव्ह एनर्जी मोजत असतात. तर ती बोवीज फ्रिक्वेन्सी मध्ये काउंट होत असते. तर ज्यावेळी त्यांनी इथं बोवीज ती यंत्र घेऊन आत गाभाऱ्यात प्रवेश केला तर त्यावेळेला 1,05,000 बोवीज फ्रिक्वेन्सी इतकी पॉझिറ്റീവ് എനർജി तिथं उपलब्ध आहे. കപിലേശ്വര ക്ഷേത്രത്തിലൂടെയുള്ള ഈ വിശുദ്ധ യാത്രയുടെ അവസാനം ഒരു കാര്യം വ്യക്തമാണ്. ഇത് ഒരു ക്ഷേത്രം മാത്രമല്ല, വിശ്വാസത്തിന്റെയും ചരിത്രത്തിന്റെയും ആത്മീയ ശക്തിയുടെയും ജീവിക്കുന്ന കേന്ദ്രമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ബെളഗാവി സന്ദർശിക്കുകയാണെങ്കിൽ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഈ പുണ്യസ്ഥലത്ത് എത്തി കപിലേശ്വര മഹാദേവന്റെ അനുഗ്രഹം തേടാനും ഇവിടുത്തെ ദിവ്യമായ അനുഭവം നേരിട്ട് അറിയാനും മറക്കരുത്. ഈ ആത്മീയ യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിന് നന്ദി. ഈ അവതരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ഭക്തി ദർശന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓം നമഃ ശിവായ. ശംഭോ സ്വയംഭോ ശംഭോ സ്വയംഭോ ഹര 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 മഹാദേവ് ഹര 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 മഹാദേവ് ശംഭോ 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 ശങ്കര ശംഭോ 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 ശങ്കര ശംഭോ